ഈശോലേറ്റ സ്നേഹം നിറഞ്ഞവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. ഇന്നലെ ഒരു സഹോദരി മെസ്സേജ് ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. കുടുംബ വൃക്ഷം മുഴുവൻ മദ്യത്തിൽ നിന്ന് വിമുക്തമാകാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി മുഴുവൻ ബൈബിൾ വായിച്ച് വലിയ സമർപ്പണത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ആത്മീയ യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മറ്റൊരു സംഭവം ഓർക്കുകയാണ്. പരിചയപ്പെട്ട ഒരു കുടുംബം ഭർത്താവിൻ്റെ മദ്യപാനം നിർത്തണമെന്ന് ഈ ഭാര്യ ആഗ്രഹിക്കുന്ന യുവദമ്പതികളാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്: ഞങ്ങൾ ഒന്നിച്ച് കഴിക്കുമായിരുന്നു, ഇവൾക്ക് അതിന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു, പിന്നെ എന്താണ് ഇപ്പോൾ മനം മാറ്റം, അതുകൊണ്ട് എനിക്ക് നിർത്താൻ അത്ര താല്പര്യമില്ല എന്ന് പറയുന്നു. പല യുവാക്കന്മാരെന്നോട് പങ്കുവച്ചിട്ടുണ്ട്. കല്യാണം ആലോചിക്കുമ്പോൾ പെൺകുട്ടികൾ ഇങ്ങോട്ട് തന്നെ അവർ ചാടിക്കേറി പറയും, ഞങ്ങൾ അല്പം വീശുന്ന കൂട്ടത്തിലാണ്, കഴിക്കുന്ന കൂട്ടത്തിലാണ്, ഞങ്ങൾക്ക് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നു. നമുക്ക് ചുറ്റും മദ്യപാനത്തെ വളരെ ലാഘവത്വത്തോടുകൂടി കാണുന്ന, അതിനെ ഒരു മോഡേൺ സമൂഹത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് ആയിട്ട് കരുതുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ കുടുംബത്തിൽ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ഈ കാര്യത്തിൽ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോയി കുടുംബങ്ങൾ തകർക്കപ്പെടുന്നു, ആത്മീയത നശിക്കപ്പെടുന്നു. ഇന്നലെ നമ്മൾ പങ്കുവെച്ച ലൂക്കാസ് സുവിശേഷം 21 അധ്യായം 34 തിരുവചനത്തിൽ ഇതൊരു കെണിയാണ് എന്ന് പറഞ്ഞെങ്കിൽ, ഈ കെണിയിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ട് മാറണമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതാണ് 21 അധ്യായം 36 തിരുവചനം. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നത് യേശുക്രിസ്തുവിന്റെ 2ാം വരവ് ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ്, അതിനുവേണ്ടി ഒരുങ്ങണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുവാനാണ്. അങ്ങനെയെങ്കിൽ ഇപ്രകാരമുള്ള ആസക്തികളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കേണ്ടത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. അയർലൻഡിലൊക്കെ ധാരാളം ശുശ്രൂഷകൾക്ക് കടന്നുപോയിട്ടുണ്ട്. ഇന്നത്തെ അയർലൻഡിൽ പ്രായം ചെന്നവരുടെ വലിയ വേദന, തങ്ങളുടെ കുഞ്ഞുങ്ങൾ, തങ്ങളുടെ ഗ്രാൻഡ് ചിൽഡ്രൻ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നീ ലാഘവത്തോടുകൂടി, ഇന്ന് നീ സെലിബ്രേഷന് വേണ്ടി, ഇന്ന് നീ എൻജോയ്മെന്റിന് വേണ്ടി രണ്ടടിച്ചാലും കുഴപ്പമില്ല എന്ന് കരുതി ദൈവത്തിന്റെ വചനത്തെ ലാഘവത്വത്തോടുകൂടി കണ്ടാൽ നമുക്ക് നഷ്ടമാകാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും. നമുക്ക് നഷ്ടമാകാൻ പോകുന്നത് നമ്മുടെ പേരക്കിടാങ്ങളായിരിക്കും. അവർ മദ്യം കഴിക്കും എന്ന് മാത്രമല്ല, വിശ്വാസത്തിന്റെ എല്ലാ വഴികളിൽ നിന്നും അവർ അകന്നു പോകും. അത് മാത്രമല്ല, ഈ മദ്യത്തിന്റെ ആകർഷണം അതിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, അത് മറ്റ് പല പല തിന്മകളിലേക്ക് നമ്മളെ നയിക്കുവാനും കാരണമായി മാറും. അതുകൊണ്ടാണല്ലോ എഫെസോസ് ലേഖനം 5 അധ്യായം അതിന്റെ 17 മുതലുള്ള തിരുവചനങ്ങളിൽ വചനം പഠിപ്പിക്കുന്നത്: ബോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. നമ്മൾ ഇന്ന് നാട് ഓടുന്നതനുസരിച്ച് ഓടുന്നവര് അവരാണ് ബുദ്ധിമാന്മാർ, അവരാണ് ജ്ഞാനമുള്ളവർ എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ വചനം പറയുകയാണ്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, അതിൽ ദുരാസക്തിയുണ്ട്. അത് നിന്റെ ജീവിതത്തെ, നിന്റെ കുഞ്ഞിനെ, നിന്റെ തലമുറയെ, വരുന്ന തലമുറയെ നശിപ്പിക്കും. മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. വചനം കേൾക്കുന്ന, അഞ്ചപ്പം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബമേ, നമ്മുടെ വിളി എന്താണ്? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കണം. ദൈവത്തിന്റെ വചനം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിറയപ്പെടണം. നമ്മുടെ തലമുറകൾക്ക് നമ്മൾ വിശ്വാസ കൈമാറ്റം നമ്മൾ ചെയ്യണം, ആത്മീയത പകർന്നു കൊടുക്കണം. വലിയൊരു വിളി ദൈവം നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നല്ല ഒരു തീരുമാനമെടുക്കാം. അറിഞ്ഞോ അറിയാതെയോ മറ്റു വഴികളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ വഴിയിലേക്ക് തിരിച്ചു വരുവാൻ ഈശോ നമ്മളെ വിളിക്കുകയാണ്, സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ്. അവന്റെ വഴി എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും, പ്രത്യേകിച്ച് UK-യിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ മറ്റേത് ദേശങ്ങളിലുമുള്ളവരെ, കേരളത്തിലുള്ളവരെ, വരും തലമുറകൾക്ക് വേണ്ടി വിശ്വാസത്തിന്റെ യുദ്ധം ചെയ്യുവാൻ, നല്ല സമർപ്പണം ചെയ്യുവാൻ ഈശോ നമ്മളെ വിളിക്കുകയാണ്.
അതാണല്ലോ എഫേസസ് ലേഖനം 4-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ പറയുന്നത്. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ, ദൈവവചനത്തിൽ നവീകരിക്കപ്പെടട്ടെ. ഈശോയുടെ മനസ്സിനോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളും ചിന്തകളും നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പ്രിയപ്പെട്ട യുവതീവാക്കളെ, പ്രിയപ്പെട്ട യുവ കുടുംബങ്ങളെ, മദ്യപാനത്തിന്റെ ഏതെങ്കിലും ആഘോഷങ്ങളെ നിസാരമായി കണ്ടുകൊണ്ട് ഒന്നിച്ചുകൂടി യേശുവിന്റെ വചനം മറന്ന്, ആത്മീയത മറന്ന് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് കാലം ഈശോ ഒരു തിരിച്ചുവരവിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ യേശുവിന് കൊടുക്കുവാൻ വേണ്ടി നമ്മളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ആ വിളിക്ക് നമ്മൾ പ്രത്യുത്തരം കൊടുത്താൽ നമ്മളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടും. തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും. ഞാൻ മദ്യപിച്ച് ഞാൻ മദ്യത്തിന്റെ വഴികളിലൂടെ നടന്ന് എൻ്റെ ദാമ്പത്യം അനുഗ്രഹിക്കപ്പെട്ടു, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു, എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെട്ടു, എൻ്റെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലും നമുക്ക് കാണുവാൻ സാധിക്കില്ല. മറിച്ച് അറിഞ്ഞും അറിയാതെയും ഒരുപക്ഷെ വളരെ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി, വെറുമൊരു രസത്തിന് വേണ്ടി, വെറുമൊരു ജിജ്ഞാസയ്ക്ക് വേണ്ടി ഇതിലേക്ക് കടന്നുപോയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് തകർന്ന് തരിപ്പണമായത്. ഇത് മാത്രമല്ല, അൾട്ടിമേറ്റ്ലി അവർ നഷ്ടപ്പെടുത്തിയത് യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തു നൽകുന്ന ജീവനെയും യേശുക്രിസ്തുവിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങുവാനുള്ള ആത്മാവിന്റെ കൃപകളെയുമാണ്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നല്ല ഒരു തീരുമാനമെടുത്ത് പുതിയ മനുഷ്യനെ ധരിച്ച് യേശുവിനോടൊട്ടി നിന്ന് ഈ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറി ഈ 2024 ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ വലിയ ഒരു ദൈവാനുഭവത്തിന്റെ ആഴമേറിയ ഒരു ആന്തരിക സമർപ്പണത്തിന്റെ ദിനങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പരിശുദ്ധാത്മാവേ, വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഓരോ യുവതീവാക്കളെയും യുവദമ്പതികളെയും കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ വചനം സ്വീകരിക്കുവാൻ, നിന്റെ വചനം അനുസരിക്കുവാൻ, നിന്റെ വചനത്തിന്റെ വഴിയെ നടക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ, ആമേൻ.